അസ്സലാമു എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാനിന്നേ വെക്കേഷനായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് ഞാനിന്ന് അലമാരി തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു മെറ്റീരിയൽ. നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കഷ്ണമാണെങ്കിലും കളയാൻ തോന്നിയില്ല. അപ്പോൾ ഇത് വെച്ചൊരു കുഞ്ഞു കുർത്തി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് 2 പീസ് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ മുകളിലിട്ടേക്കണ ആദ്യം കാണിച്ചത് ബോഡി പാർട്ടിന് കൊടുക്കാം, താഴെയുള്ളത് സ്കേർട്ട് പാർട്ടും കൊടുക്കാം എന്നൊക്കെ കരുതി. കുറച്ച് പ്ലേറ്റ്സൊക്കെ ഇട്ട് തയ്ക്കാനുള്ള തുണിയൊന്നും ഇല്ല, എങ്കിലും നമ്മുടെ ഐഡിയയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പുകൾ എങ്ങനെ തയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് എത്ര മീറ്റർ തുണി വേണമെന്നൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. ഒരു 1.5 മീറ്റർ തുണിയൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കാൻ പറ്റൂട്ടോ. എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാവും എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ എടുത്തേക്കണ വെക്കേഷനാണല്ലോ. അപ്പോൾ ഇത് ബോഡി പാർട്ടാണ്. ബോഡി പാർട്ടിന് കറക്റ്റായിട്ട് തികയുണ്ട് കേട്ടോ. അത് 13.5 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഞാൻ എപ്പോഴും മോൾക്ക് തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, 12 ഇഞ്ചാണ് കൊടുക്കാറ് ബോഡി പാർട്ടിന്. ഇതിപ്പോൾ ഇത്തിരി ഇറങ്ങി കിടക്കേണ്ട കുഴപ്പമൊന്നുമില്ല, ആ മോഡൽ തന്നെ തയ്ക്കാമെന്നേ. തുണി എത്രത്തോളം ഉണ്ട് അത് വെച്ച് തയ്ക്കുക. അപ്പോൾ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 6 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 2.5 ഇഞ്ച് ബാലൻസ് നിൽക്കുന്നുണ്ട്. അത് ഞാൻ വെട്ടിക്കളയണില്ല കേട്ടോ. അത് നമുക്ക് കൈ ആയിട്ട് എടുക്കാം. അതായത് വെട്ടിക്കളയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനോട് കണക്ട്. അപ്പോൾ കൈക്കുഴി 6.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്യുക, എന്നിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അതും മാർക്ക് ചെയ്യണുണ്ട്. അതായത് 4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യും. പക്ഷേ തയ്യൽ തുമ്പ് എനിക്ക് 1.5 കിട്ടണില്ല, 1 ഇഞ്ചേ കിട്ടണുള്ളൂ. അത് മതി. ആ 1 ഇഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്ത് 1 ഇഞ്ച് മൈനസ് ചെയ്ത് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നൈറ്റിക്ക് 1/2 ഇഞ്ചാണ് കേട്ടോ. അതാണ് ആ ഇടക്ക് തപ്പിപ്പോയത്. കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ 1 ഇഞ്ച് തന്നെ മൈനസ് ചെയ്യുക, ചെസ്റ്റ് അളവിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൈക്കുഴി ഇങ്ങനെ വെട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ കൈക്കുഴി വെട്ടാട്ടോ. ഞാനിപ്പോൾ തുണിയില്ലാത്ത മെറ്റീരിയൽ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ സൈഡ് മാത്രമേ ഞാൻ കട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ കൈക്കുഴി വെട്ടിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴി വെട്ടാത്തത് കൈ വെക്കാനുള്ള മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ടാണ് കൈക്കുഴി വെട്ടിക്കളയാഞ്ഞത്. ഇതിൻ്റെ സൈഡിലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്ലീവ് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു 2.5-3 ഇഞ്ചോളം തയ്യൽ തുമ്പൊക്കെ പോയിട്ട് ഒരു 2.5 ഇഞ്ചോളം എന്തായാലും നമുക്ക് കൈ കിട്ടുന്നുണ്ട്. ഒന്ന് ലെവലാക്കി കൊടുത്തേക്കാം. അതിങ്ങനെ ചരിഞ്ഞൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ഒന്ന് ലെവലാക്കി നമുക്കത് കൈയാക്കി എടുത്തേക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് എത്രത്തോളം കൈ വരണുണ്ട് എന്നുള്ളത് ആ ഭാഗം നമുക്കൊന്ന് നോട്ട്സൊക്കെ ഇട്ട് എടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ വളച്ചങ്ങ് തയ്ച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ ഒരു കുഞ്ഞി കൈ അവിടെ കിട്ടും കേട്ടോ. അതായത് കുഞ്ഞുങ്ങൾ ഇട്ട് കഴിയുമ്പോൾ അവിടെ കൈ ഉള്ളതുപോലെ തന്നെ വരും. അപ്പോൾ നമ്മൾ കൈയൊന്നും വെട്ടിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു, കൈയും വെട്ടണ്ട കൈക്കുഴിയും വെട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു മെത്തേഡ് തന്നെ. ഇപ്പം നെക്ക് നോർമൽ നെക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ എത്ര ഇഞ്ച് വേണം എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ഇതിനൊരു വൈഡായിട്ടുള്ളൊരു നെക്കാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ എന്താ പറയുക, ഇതിപ്പോൾ നോർമൽ നെക്കാണെങ്കിലാണ് കേട്ടോ 2.25 ഇട്ടിട്ട് സാധാരണ വെട്ടണ പോലെ തന്നെ വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതിന് ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ, ഷോൾഡർ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ഒരു 2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് നെക്കായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 2 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഇറക്കം ഒരു 3 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി കേട്ടോ. 3.5 ഇഞ്ചൊന്നും വേണ്ടി വരില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഷോൾഡർ അടിക്കാനൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് ഒരു 3 ഇഞ്ചൊക്കെ നമുക്ക് കൊടുത്താൽ മതി. 2.5 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. അതായത് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ഒരു 2 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്താണ് കേട്ടോ. എന്നിട്ട് രണ്ടും ബാക്കും ഫ്രണ്ടും ഒപ്പം തന്നെയാണ് വെട്ടുന്നത്. ഇതുപോലെ കണ്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ട് നെക്ക് വെട്ടിയത്. നമുക്കിപ്പോൾ അത്രയും ഇറക്കുണ്ടെങ്കിൽ കുറച്ചൊന്ന് കയറ്റി വെട്ടാം കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യോ കൈക്കുഴിയോ ഒന്നും വെട്ടിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെട്ടിയാണ്. ഇനി കൈക്കുഴി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതെത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴേക്ക് പോരുത് കൈ അടിക്കുമ്പോൾ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ ബോഡി പാർട്ട് എടുത്തത്. ഇനി അടുത്തത് നമുക്ക് സ്കേർട്ട് പാർട്ടാണ്. സ്കേർട്ട് പാർട്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചുരുക്കൊക്കെ ഇട്ട് അടിക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കൂടുതലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പീസിനെ ഞാനൊന്ന് 2ആക്കി മടക്കിയാണ് നമ്മൾ ഇട്ടിരുന്നത്. ഇതിനൊന്ന് 4ആക്കി മടക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇത് എലൈൻ പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഒപ്പം വെച്ചിട്ട് ഞാൻ കറക്റ്റാക്കി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചുരുക്കിട്ട് അടിക്കണമെങ്കിൽ അടിക്കാം കേട്ടോ. അതിനുള്ള മെറ്റീരിയൽ കുറച്ച് ചുരുക്കൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് തോന്നണു എലൈനായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അത് കാണാനായിട്ട്. അപ്പോൾ ചുരുക്കിട്ട് ഞാൻ അടിക്കണില്ല. നിങ്ങൾക്ക് ഇതുപോലെ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്ക്കണമെങ്കിൽ ചുരുക്കിട്ട് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ ചുരുക്കിട്ട് അടിച്ചാൽ നോർമൽ ഉടുപ്പായി പോകൂലേ.
അപ്പോൾ ദാ ഉടുപ്പാവാണ്ടിരിക്കാനായിട്ട് ഞാൻ എന്താ ലൈൻ കട്ട് പോലെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ പീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെക്കണമെങ്കിൽ കൈയിന് ഉപയോഗിക്കാം. അപ്പം നമ്മളിതിന് കൈ അതിൽ ഓൾറെഡി അതുമ്പോൾ തന്നെ ഫിറ്റ് ചെയ്തേക്കണോണ്ട് അല്ല ഫിറ്റ് കട്ട് ചെയ്ത് മാറ്റാത്തതുകൊണ്ട് കൈ വെട്ടി മാറ്റണില്ല കേട്ടോ. ഇനി ഇതാ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കുടുങ്ങണം ഒന്ന് ഒപ്പം പിടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈൻ പോലെ വന്നിട്ടുണ്ട്. ഈ പീസൊക്കെ കുറേ കാലം മുമ്പ് തയ്ച്ചതാട്ടോ. പക്ഷേ അതിൻ്റെ പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്, എന്തെങ്കിലും തയ്ക്കാം എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അതിനൊന്നുകൂടെ ഭംഗി കൂടിയ പോലെ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ 2 പീസാണെങ്കിലും നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ണ് പോലെ ഉണ്ട് കഴുത്ത് അല്ലേ. അപ്പോൾ കണ്ണ് പോലെ കഴുത്ത് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഫേസിങ് വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഇതാ ക്രോസ് പീസ് വെട്ടി കൂട്ടി യോജിപ്പിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വെച്ച് കൊടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ഇപ്പോൾ ഷോൾഡർ കട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ കിട്ടുമല്ലോ കഴുത്ത്. അപ്പോൾ റൗണ്ടിൽ തന്നെ നമ്മൾ പിടിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാ ഇങ്ങനെ ക്രോസ് പീസ് ഒരു സൈഡിൽ വെക്കാം. എന്നിട്ട് അതിൻ്റെ എൻഡ് മുതൽ അടിക്കണില്ല കേട്ടോ. കുറച്ച് ക്രോസ് പീസ് വിട്ടതിന് ശേഷമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ആ പീസ് തുടങ്ങിയ ഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്തെടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ അതാ ഇതുപോലെ നിങ്ങൾ അടിച്ചടിച്ച് പതുക്കെ അടിച്ചെടുക്കണം കേട്ടോ. അതായത് പിടിച്ച് വലിക്കരുത്. അതുപോലെ തന്നെ തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചടിക്കണം. തയ്യൽ തുമ്പ് ഒരേ ലെവലായിരിക്കണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കഴുത്തടിക്കുമ്പോൾ ബ്ലൗസിനാണെങ്കിലും ഇതേപോലെയാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കണത്. അപ്പോൾ അതെന്തായാലും നല്ല ഫിനിഷിങ്ങിലിരിക്കണമെന്നുണ്ടെങ്കിൽ വലിക്കരുത്. വലിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് വലുതായി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴുത്തടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് തന്നെ അടിക്കുക. നിങ്ങൾ തയ്യൽ പഠിച്ചിട്ടൊക്കെ ഉള്ളുവെങ്കിൽ അത് പ്രത്യേകം മനസ്സിലാക്കി അടിക്കണം. കഴുത്ത് ഇങ്ങനെ വെട്ടിയേക്കണോണ്ട് തന്നെ ഇങ്ങനെ വലിക്കുമ്പോൾ അത് ക്രോസ് പോലെ ഇരിക്കുന്നത് വലിഞ്ഞ് വരും. അതുകൊണ്ടാണ് പിടിച്ച് വലിക്കരുതെന്ന് പറയണത്. ബ്ലൗസിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാട്ടോ. വലിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ച അളവിലൊന്നും നിൽക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്തിന് റൗണ്ടിൽ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഇതകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ റൗണ്ടിൽ ഞാൻ അടിക്കണം കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ അടിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് മെഷീനാണ് യൂസ് ചെയ്യണതെന്ന്. ഇത് കമ്പനിയുടെ പേര് ജാക്ക് എന്നാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ ഇങ്ങനത്തെ മെഷീൻ തന്നെ. ജാക്ക് തന്നെയാണ്. പിന്നെ മോഡൽ വ്യത്യാസമുണ്ട്. ഷോപ്പിലുള്ളത് കുറച്ച് കൂടിയതാണ്. ഞാൻ അന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 5 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. വാങ്ങിച്ചപ്പോൾ 5 തോന്നുന്നു 6 വർഷം മുന്നേ വാങ്ങിച്ചാണ്. ഒരു 29,000 രൂപ അതിനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മെഷീനിന് 24,000 രൂപ. അങ്ങനെ രണ്ടിനും ഇത്തിരി വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ. മോഡൽ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നു. രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയില്ല അതിനെന്താ വ്യത്യാസം എന്ന് അവരുദ്ദേശിക്കുന്നത്. എന്തായാലും രണ്ടും നല്ല മെഷീനാണ്. അടിക്കുമ്പോൾ നമുക്ക് ബോറടിയില്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് 20,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വേറെ കമ്പനികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റോസ്, അതുപോലെ തന്നെ ജുക്കി, ഇപ്പോൾ മെറിറ്റിൻ്റെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയണേ. ഞാൻ കണ്ടിട്ടില്ല. ഉഷയുടെ ഉണ്ടെന്ന് പറയണത്, അതും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നല്ല മെഷീനൊക്കെ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷീൻ നോക്കി വാങ്ങിക്കാം കേട്ടോ. നമ്മുടെ കമ്പനിയും നമ്മുടെ ബഡ്ജറ്റും ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ അതായതുപോലെ കഴുത്തകത്തേക്ക് മടക്കി വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാണ്. പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ കഴുത്തൊന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ. ഞാനത് മറന്നു പോയിട്ടുണ്ട്. ഇതിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ക്യാമറയാണ് എൻ്റെ ഫോക്കസ് മുഴുവൻ. ക്യാമറ ഉണ്ടല്ലോ അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അടിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് അകത്ത് കട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഉള്ളിലൊക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലാണ് നീറ്റായിട്ട് നമുക്ക് മറിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് ചുറ്റിനും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അത് മറന്നിട്ടുണ്ടെങ്കിലേ ആകെ ബോറായിരിക്കും. എങ്ങനെയുണ്ട് മഴയൊക്കെ? അവിടെ ഭയങ്കര മഴയാണ്. ഇവിടെ നല്ല മഴയാട്ടോ. സൗണ്ട് കേൾക്കണ്ടോ മഴയുടെ? കേട്ടോ മഴയുണ്ട് കേട്ടോ. നല്ലോണം മഴ പെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ മഴ പെയ്യണത് നമുക്ക് ജനലിൽ കൂടെ നോക്കിയെന്ന് ആസ്വദിക്കാം. എന്നാലും റോട്ടിൽ കൂടെയൊക്കെ ഇറങ്ങി പോകുമ്പോൾ മഴ വേണമല്ലോ. മഴയില്ലാതെ എന്ത് സുഖമുള്ളത്? ഇച്ചിരിയൊക്കെ മഴ വേണം. അങ്ങനെ മഴ പെയ്യട്ടെ, എല്ലായിടത്തും മഴ പെയ്യട്ടെ. കുളങ്ങളും കിണറുകളും എല്ലാം നല്ലോണം നിറഞ്ഞ് വെള്ളമൊക്കെ ആവട്ടെ. വെള്ളമില്ലാണ്ട് കുറേ ആൾക്കാർ ബുദ്ധിമുട്ടിയല്ലോ. നമ്മുടെ ഇവിടെയൊക്കെ അത്രയും ബുദ്ധിമുട്ട് വന്നില്ലെങ്കിലും ബുദ്ധിമുട്ടണവരുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ അതൊരു വിഷമാണ്. അകത്തേക്ക് തുമ്പ് മടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കാനായിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കണം. എന്നിട്ട് ആ തുമ്പ് കൂടുതൽ വന്നതൊക്കെ വെട്ടിക്കളയണം. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയണതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ വർത്തമാനം പറഞ്ഞത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യണം. ചാനലല്ലല്ലോ ലൈക്ക് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഞാനെല്ലാം പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ വരണം. അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അത്രയൊക്കെയല്ലേ. ബെല്ലൈക്കണോ ഓളെന്ന ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്ത് വെച്ചേക്ക്. ഇനി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതാ കഴുത്തിൻ്റെ അകത്ത് വന്ന പാർട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഈ മെറ്റീരിയൽ ഇഷ്ടമായോ? ആരോ കുർത്തി എന്തോ തയ്ച്ചതിൻ്റെ ബാലൻസ് കിടന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ വേസ്റ്റൊക്കെ വാരി ഒരു ചാക്കിൽ നിറച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് കളയാനും നമ്മൾ കാശ് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഷോപ്പിലൊക്കെ അങ്ങനെയാണ്. ഈ ബ്രഹ്മപുരം കത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓണം മുമ്പ് 1 കിലോ 12 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈ വേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചാക്ക് കൊടുക്കുമ്പോഴത്തേക്ക് 100 രൂപ 150 രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ ഒരു 3-4 ചാക്കാകുമ്പോഴാണ് അവർ കൊണ്ടുപോകണത്, വേസ്റ്റുകാർ വന്ന് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നിറച്ചപ്പോഴാണ് ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഇത് മാത്രമല്ല കുറച്ചും കൂടെ മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. ഇതിപ്പോൾ ഞാൻ സിയാമോളുടെ അളവിലാണ് തയ്ച്ചത്. ഇനിയിപ്പോൾ സിയാമോൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. വെറുതെ എന്തിനാ ഇത് വാരിക്കൂട്ടി കളയാൻ, കാശും കൊടുക്കണം കളയാനായിട്ട്. അതുമാത്രമല്ല നമുക്ക് സങ്കടമാണല്ലോ നല്ല മെറ്റീരിയൽസൊക്കെ കളയുമ്പോൾ. അപ്പം അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഇതുപോലെ, തയ്യക്കാരുടെ കയ്യിലൊക്കെ ഇതുപോലെ വെട്ടുകഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഈ ബ്രഹ്മപുരം കത്തിയതിന് ശേഷം വേസ്റ്റ് കളയാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയകളൊക്കെ ചെയ്ത് ചില ചവിട്ടിയൊക്കെ തയ്ച്ച് നമ്മളതിനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്തിട്ട് കളയുമ്പോൾ നമുക്ക് അത്രയും വിഷമവും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതായത് കഴുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ടൈലറിങ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ നമ്പർ വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പർ എടുക്കുക, എന്നെ വിളിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ തയ്യൽ നല്ല സൂപ്പറായിട്ട് പഠിപ്പിച്ച് തരും കേട്ടോ. ഒട്ടും തയ്യൽ അറിയില്ല. ഇപ്പോൾ മെഷീൻ ചവിട്ടാനും കീറിയതടിക്കാനും ഒക്കെ മാത്രമേ അറിയുള്ളൂ എങ്കിലും നന്നായിട്ട് വീട്ടിലുള്ളവർക്ക് വേണ്ടിയെങ്കിലും പുറത്തേക്കും തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എന്താണോ പഠിച്ചത് അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരണം കേട്ടോ. ഞാൻ 2 മാസം തയ്യൽ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ആ തയ്യൽ ക്ലാസ്സിൽ പഠിച്ച ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് 2 മാസം ക്ലാസ്സിന് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ. ഇങ്ങനെ പറഞ്ഞാലും ഇടയ്ക്ക് പലരും വന്നിട്ട് കമൻറ്റ് ഇടും കേട്ടോ, തയ്യൽ ക്ലാസ്സിന് ഫീസ് ഉണ്ടോ, ഫ്രീ ആയിട്ടാണോ പഠിപ്പിക്കണതെന്ന്. ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് ഈ യൂട്യൂബിലൂടെ ഞാൻ അതും ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞു തരണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ പേഴ്സണലായിട്ട് പഠിപ്പിക്കുന്നത്, അതായത് വാട്സപ്പിലൂടെ പഠിപ്പിക്കുന്നതിന് ഫീസ് ഉണ്ട് കേട്ടോ. 2 മാസം കൊണ്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു തരും. എല്ലാ സംശയങ്ങളും തീർത്ത് അളവെടുക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും എല്ലാം പഠിപ്പിച്ചു തരും. ആ 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈ മടക്കി തയ്ക്കാൻ വെച്ചാൽ ഒന്നും കൂടെ കൈൻ്റെ ലെങ്ത്ത് കുറയുമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ കൈൻ്റെ ആ ഒരു നോട്ട്ച്ചിട്ടല്ലോ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്ക്. പക്ഷേ ഒരു സൈഡിൽ നോട്ട്ച്ച് വീണിട്ടില്ല. ഞാനിങ്ങനെ അടിച്ച് വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോട്ട്ച്ച് വീണിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എങ്ങനെ നോക്കണമെന്നും കൂടെ കാണിച്ചു തരാം. അതായത് ഇതുപോലെ ഞാനിങ്ങനെ ഒരു ക്രോസ് പീസ് ഇങ്ങനെ കൂട്ടി എടുത്തിട്ടേ നീളത്തിലെടുത്തിട്ട് ഇതുപോലെ നോക്കണം. അങ്ങനെ വന്നപ്പോഴാണ് എനിക്കത് കാണുന്നില്ല കേട്ടോ. ഞാൻ എവിടെയാണ് നോട്ട്സ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ എൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ച് കറക്റ്റായിട്ട് ഇവിടെയാണ് നോട്ട്സ് വേണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയാണ് വേണ്ടതെന്നുള്ളത്. അവിടെ വരെ നമ്മൾ ആ ഒരു പീസ് നമ്മുടെ ക്രോസ് പീസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ കൂടുതലൊക്കെ വന്നതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ. അല്ലെങ്കിൽ അകത്തേക്ക് മടക്കി വെക്കുമ്പോഴേ ഭയങ്കര കട്ടിയായിരിക്കും. ഈ മെറ്റീരിയലിന് കട്ടിയൊന്നുമില്ല കേട്ടോ. ഇത് ക്രൈപ്പ് മെറ്റീരിയലാണ്. അത് ആ തുമ്പ് ഒന്ന് മടക്കുക, എന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കിയത് മനസ്സിലായല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് മടക്കുക, എന്നിട്ട് അകത്തേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്, ഇങ്ങനെ അടിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു മരിപ്പുണ്ടായിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. പുള്ളിക്കാരിക്ക് ക്യാൻസർ ആയിരുന്നു, ഏകദേശം എൻ്റെ പ്രായം.
ഒരേ പ്രായമാണ്. അപ്പോൾ ഇന്നാണ് മരണപ്പെട്ടത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ ഇപ്പോൾ കാണുക. അതങ്ങനെ ഓർത്തപ്പോൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഓരോരോ ശരീരം സൂക്ഷിക്കുക. 47 വയസ്സ്. അപ്പോൾ ആളിന്ന് മരണപ്പെട്ടു. അപ്പോൾ എല്ലാവരും അവരവരുടെ ഹെൽത്ത് നോക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഒരു അസുഖം വന്നപ്പോഴാണ് ഞാൻ ഇത്രയും കോൺഷ്യസ് ആയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരം നോക്കാണ്ട് നമ്മളിങ്ങനെ നടക്കും. അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ നോക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഉണ്ടാവും. അസുഖം വരുമ്പോൾ എല്ലാവരും ഇതുണ്ടാവും. പക്ഷേ നമ്മുടെ ശരീരം നോക്കണമെങ്കിൽ ഇതായത് ഉള്ളിലേക്ക് നല്ലോണം കയറിയിട്ടില്ല. അപ്പോൾ കയറ്റി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. എല്ലാവരും അവരവരുടെ ആരോഗ്യം നോക്കുക, ആരോഗ്യം സംരക്ഷിക്കുക, നല്ല നല്ല ഫുഡുകൾ കഴിക്കുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതിയിട്ട് അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ഇതൊക്കെ നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ വേണ്ടത്? 2 സൈഡിൽ നമ്മളിത് ആ പൈപ്പിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ സൈഡ് അടിക്കുകയാണ്. സൈഡ് അടിക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ മാർക്കിംഗ് ഒക്കെ നോക്കുക. ഇപ്പോൾ കൈയില്ലാത്തതുകൊണ്ട് അത്രയും പണി കുറഞ്ഞ് കിട്ടിയില്ലേ, എളുപ്പമായില്ലേ. അടിയിൽ ഒപ്പായിരിക്കണം കേട്ടോ. ഒപ്പം വെച്ചിട്ട് നമുക്കിതായത് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ അടിച്ച് തുടങ്ങുക. അപ്പോൾ എത്രത്തോളം നമ്മുടെ ആം ഹോൾ വന്നിട്ടുണ്ടോ അതാണ് കേട്ടോ ഞാൻ അളവ് വെച്ചേക്കണം. കൈ ഇല്ലാത്തതുകൊണ്ട് കൈയിൻ്റെ എൻ്റെ ഭാഗം ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടിട്ടിട്ട് അടിക്കുക. എന്നിട്ട് താഴേക്ക് അങ്ങ് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കുക കേട്ടോ. ഇനി സ്കേർട്ട് പാർട്ടും കൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഉടുപ്പിന് ആ സ്കേർട്ട് പാർട്ടിന് ഉണ്ടല്ലോ തേര് ഭാഗം ഉണ്ട്. ആ തേര് ഭാഗം ഞാൻ അടിയിലേക്കാണ് ആക്കിയത്. അപ്പോൾ പിന്നെ അടിഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിട്ട് കൊടുക്കാനും പിന്നെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാനും ഇതുപോലുള്ള കുർത്തികളൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം. ഇനി നമ്മുടെ സ്കേർട്ട് പാർട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബോഡി പാർട്ട് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ മറിച്ചെടുക്കാം. അത്യാവശ്യത്തിന് കൈയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടോ, ഇത്രയും കൈ കിട്ടിയിട്ടുണ്ട്. അത് മതിയല്ലോ ചെറിയ മക്കൾക്കൊക്കെ കിട്ടും. ഇപ്പോൾ വലിയ ആൾക്കാരും ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതിന് മാച്ചിങ് ആയിട്ട് കുറേ നോക്കിയൊന്ന് ഒരു ഗ്രീൻ കളറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ കരുതി. പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനത്തെ അത്രയും കറക്റ്റ് മാച്ചിങ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇത് മാത്രം വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ യോക്കിലേക്ക് ഇത് ഓരോ പീസായിട്ട് കയറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അടിക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് അടിക്കുന്നത്. നമ്മുടെ വേസ്റ്റ് ഭാഗം കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്. ഈ സൈഡ് അടിക്കുക, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അടിക്കുക. എന്നിട്ട് ബോഡി പാർട്ടിൻ്റെ വേസ്റ്റും സ്കേർട്ട് പാർട്ടിൻ്റെ വേസ്റ്റും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കൂടുതൽ കുറവാണെങ്കിൽ ഒന്നുകൂടെ കൂടുതലാണെങ്കിൽ ഒന്നുകൂടെ കുറച്ചൊക്കെ അടിക്കുക. കുറവായി പോവില്ല, നമ്മളൊപ്പം വെച്ചിട്ട് വെട്ടിയതല്ലേ. അപ്പോൾ എന്തായാലും അതിൽ കറക്റ്റായിട്ടൊക്കെ എടുത്തിട്ട് അടിക്കുക. അതിന് ശേഷം എന്താ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് അളന്നൊക്കെ നോക്കി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ആ യോക്ക് പാട്ടിനെ കയറ്റി വെക്കുക. സൈഡിലെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊന്ന് ഹാങ് ചെയ്ത് കിടക്കണ മോഡലായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എലൈൻ പോലെ കട്ട് ചെയ്തത് കൊണ്ട്. അപ്പോൾ എന്തായാലും ആ സൈഡിൽ തന്നെ സൈഡിലെ സ്റ്റിച്ച് വരാൻ ശ്രദ്ധിക്കുക. അതായത് സ്കേർട്ടിലെ സ്റ്റിച്ചും യോക്ക് പാട്ടിലെ സ്റ്റിച്ചും ആ സൈഡ് അടിക്കുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ അത് ഒരേ ലെവലിൽ തന്നെ വരാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക കേട്ടോ. റൗണ്ടിൽ അടിച്ചെടുത്താൽ മതി. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ റൗണ്ടിൽ അടിക്കുന്നതാണ്. കൈയാണെങ്കിലും ബോഡി പാർട്ടാണെങ്കിലും ഇങ്ങനെ കയറ്റി എടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇനി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. നിങ്ങൾക്ക് ആദ്യം ഈ സ്കേർട്ട് പാർട്ട് കൂട്ടിയിട്ട് സൈഡ് കൂട്ടാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ തുണി തേക്കാണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെയൊക്കെ അടിച്ചെടുക്കാം കേട്ടോ. അടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്കായിട്ടുണ്ട്. എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. എന്നിട്ട് അത് ഇഷ്ടമായോ ഒന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ അടിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഞാൻ മടക്കി അടിക്കണില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തേര് ഭാഗം ആയതുകൊണ്ട് ഞാൻ മടക്കി അടിക്കണില്ല സൈഡ്. അപ്പോൾ ഉണ്ടല്ലോ ഈ സ്റ്റിച്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പെടാതെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് അടിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ചുളുങ്ങി നിൽക്കും. ചുളുക്ക് വരാതെ നല്ല ശ്രദ്ധയോടുകൂടെ അറ്റം വരെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മറിച്ചെടുക്കുക. കണ്ടോ, നല്ല ക്യൂട്ട് ഉടുപ്പായിട്ടില്ലേ, കണ്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ബൊമ്മക്കുട്ടി ഹാഫ് ബൊമ്മയിലിട്ടിട്ട് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ബൊമ്മക്കുട്ടി ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കി നല്ല കുഞ്ഞ് ഒരു ടോപ്പ് ലെഗിൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ഒരു കുട്ടി ടോപ്പ്. വെറുതെ വലിച്ചെറിഞ്ഞ് കളയേണ്ട മെറ്റീരിയൽ വെച്ചിട്ട്
പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ കൈയൊന്നും വെക്കേണ്ടാത്ത ഒരു സൂപ്പർ ടോപ്പാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെന്ന് നോക്കുക. ഫസ്റ്റ് കമൻറ്റ് ഞാൻ നമ്പർ വെച്ചേക്കാം. ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു.